ഞാനിപ്പോൾ ചരിത്രം ഉറങ്ങുന്ന ആലപ്പുഴ നഗരത്തിലെ ബോട്ട് ജെട്ടിയിലാണ്. പഴയ ബോട്ട് ജെട്ടി പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ താൽക്കാലിക ബോട്ട് ജെട്ടിയിലെ വേഗ എന്ന കേരള സർക്കാർ ബോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആലപ്പുഴയിൽ നിന്നും എല്ലാ ദിവസവും 11 മണിക്ക് പാതിരാമണലിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. AC-യും നോൺ AC-യും ഈ ബോട്ടിൽ സൗകര്യം ലഭിക്കും. രാവിലെ 11 പുറപ്പെട്ട് പാതിരാമണൽ കണ്ട് കുട്ടനാട് കായൽ ആസ്വദിച്ച് കുമരകം ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് കൃത്യം 4 മണിക്ക് വൈകുന്നേരം തിരികെ ആലപ്പുഴയ്ക്ക് എത്തിച്ചേരുന്ന ഒരു ടൂർ പാക്കേജാണിത്. ഫീസ് നിരക്ക് AC 600, നോൺ AC 400. ഫുഡ് എല്ലാം തന്നെ ബോട്ടിൽ ലഭ്യമാകും. ബോട്ട് പുറപ്പെട്ടു തുടങ്ങി. ഇത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാറുള്ള പുന്നമട ഫിനിഷിംഗ് പോയിന്റാണ്. ഈ കാണുന്ന പാലം അടുത്ത ഇടയ്ക്ക് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ 2 അറ്റം മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ എന്നതാണ്. തൂണുകൾ ഇല്ല. കാരണം പാലത്തിൻ്റെ അടിയിലൂടെ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതിനാൽ വള്ളംകളിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് സായിയാണ്, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആലപ്പുഴ പുന്നമടയിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാട്ടർ സ്പോർട്സ് സെന്റർ ഇന്ത്യയിലെ പ്രമുഖ കായിക പരിശീലന കേന്ദ്രങ്ങളൊന്നാണ്. റോയിങ്, വള്ളംകളി റോയിങ് മത്സരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം, കയാക്കിംഗ്, കനോയിങ് ഇനങ്ങൾ മികച്ച അത്ലറ്റുകളെ വാർത്തെടുക്കുന്നു. ദേശീയ അന്തർദേശീയ താരങ്ങൾ, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസ് തുടങ്ങിയ പ്രമുഖ കായിക മേളകളിൽ ഇന്ത്യയെ പ്രതികരിച്ച നിരവധി മികച്ച കായിക താരങ്ങൾ ഇവിടെ നിന്നാണ് പരിശീലനം നേടിയിട്ടുള്ളത്.
വേമ്പനാട്ടു കായലിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപിന് മനോഹരമായ ഐതിഹ്യവും രസകരമായ ചരിത്രവുമുണ്ട്. പ്രശസ്തമായ ഐതിഹ്യമനുസരിച്ച് പ്രശസ്തനായ വില്വമംഗലത്ത് സ്വാമിയാർ രാത്രി വെള്ളത്തിൽ വേമ്പനാട്ടു കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ സന്ധ്യാവന്ദനത്തിനായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ കായലിലെ വെള്ളം വഴിമാറുകയും മധ്യത്തിൽ പെട്ടെന്ന് ഒരു കര രൂപപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. രാത്രിയിൽ അഥവാ പാതിരാത്രിയിൽ പെട്ടെന്ന് ഉയർന്നു വന്ന മണൽത്തിട്ടയായതിനാണ് ഈ ദ്വീപിന് പാതിരാമണൽ എന്ന പേര് ലഭിച്ചത്. യഥാർത്ഥ ചരിത്രം. പണ്ട് ഈ ദ്വീപ് അറിയപ്പെട്ടിരുന്നത് അനന്തപത്മനാഭൻ തോപ്പ് എന്നായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളിലാണ് ഈ പേര് കാണാൻ സാധിക്കുന്നത്. സർക്കാർ ഏറ്റെടുക്കൽ.
1970-കളിൽ ഭൂപരിഷ്കരണ നിയമം ലാൻഡ് റിഫോം ആക്ട് വന്നതോടെ ഈ ദ്വീപ് സർക്കാർ ഏറ്റെടുത്തു. തുടർന്ന് അവിടെ താമസിച്ചിരുന്ന കുടുംബാംഗങ്ങളെ മുഹമ്മ പഞ്ചായത്തിലെ കരഭാഗത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്നത്തെ പാതിരാമണൽ മനുഷ്യവാസമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടതോടെ പ്രകൃതി തന്നെ ഈ ദ്വീപിനെ തിരിച്ചുപിടിച്ചു. കാടുകളും കണ്ടൽ കാടുകളും തിങ്ങി നിറഞ്ഞ് ഇത് അപൂർവ ഇനം ദേശാടന പക്ഷികളുടെ താവളമായി മാറി. ഇന്ന് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കോ ടൂറിസം കേന്ദ്രവും പക്ഷി നിരീക്ഷകരുടെ പറുദീസയുമാണ്. ഇവിടം ഒരു ബേർഡ് സാങ്ച്വറിയാണ്. എല്ലാവർക്കും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടണം എന്നില്ല. ഇവിടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. നിറയെ കണ്ടൽക്കാടുകൾ ആണ്. വൈവിധ്യമാർന്ന പക്ഷിജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവിടം. അതുകൊണ്ടാവാം ലോകത്ത് മാത്രമായിട്ട് തന്നെ പാതിരാമണലിലും കുമരകത്തും തമിഴ്നാട്ടിലുമൊക്കെ ചിലയിടങ്ങളിൽ മാത്രമാണ് ദേശാടന പക്ഷികൾ കൂടുകൂട്ടുന്നത്. ദേശാടന പക്ഷികൾ, മൈഗ്രേറ്ററി ബേർഡ്സ്, കാലാവസ്ഥാ വ്യതിയാനം, ആഹാരത്തിന് ലഭ്യതക്കുറവ്, പ്രജനനം അതായത് കുഞ്ഞുങ്ങളെ വിരിയിക്കൽ എന്നിവയ്ക്ക് വർഷത്തിൽ ചില പ്രത്യേക സമയങ്ങളിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്നു വരുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ. ആർട്ടിക് ടേൺ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി. ആർട്ടിക് പ്രദേശത്ത് നിന്ന് അന്റാർട്ടിക്കിലേക്ക് ഓരോ വർഷവും ഏകദേശം 70,000 കിലോമീറ്ററിലധികം ഇവ സഞ്ചരിക്കുന്നു. സൈബീരിയൻ കൊക്ക്, സൈബീരിയൻ പ്രദേശങ്ങളിൽ നിന്ന് തണുപ്പ് കാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്ന മനോഹരമായ വെളുത്ത കൊക്കുകൾ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ മനോഹരമായ ഒരു പാർക്കും നമുക്കിവിടെ കാണാം. ഈ കാണുന്നത് നീർക്കാക്കകളാണ്. ഇവർ കൂട്ടത്തോടെ വന്ന് മീനുകളെ ഭക്ഷിച്ച് പറന്നു പോകുന്നു. പണ്ട് ഈ നീർക്കാക്കകൾ ദേശാടന പക്ഷിയുള്ള ഗണത്തിൽപ്പെട്ടവയായിരുന്നു. പിന്നീട് ഇവ വേമ്പനാട്ടുകായലിൽ സ്ഥിര താമസക്കാരായി. ആലപ്പുഴക്കാര് ഇവരെ ബംഗാളി എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും സമ്പന്നമായ ചരിത്രമുള്ള ഒരു പ്രദേശമാണ്. സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവം പ്രദേശങ്ങളിലൊന്നാണിത്. നാമചരിത്രം, ഐതിഹ്യം.
ചുട്ടനാട്, അതായത് കുട്ടനാട്. കുട്ടനാട് പണ്ട് നിബിഡ വനമായിരുന്നു. പിന്നീട് ഒരു കാട്ടുതീയിൽപ്പെട്ട് കരിഞ്ഞു നശിച്ചു എന്നും ഒരു ഐതിഹ്യമുണ്ട്. കരിഞ്ഞ നാട് അഥവാ ചുട്ടനാട് ആണ് പിന്നീട് കുട്ടനാടായി മാറിയത്. പാടശേഖരങ്ങൾ കുഴിക്കുമ്പോൾ ലഭിക്കുന്ന കരിഞ്ഞുണങ്ങിയ മരക്കഷ്ണങ്ങൾ, അതായത് കരിനിലങ്ങൾ, ഈ വാദത്തെ ശരിവയ്ക്കുന്നു. രാമങ്കരി, കൈനകരി, മിത്രക്കരി, ചേന്നങ്കരി തുടങ്ങിയ സ്ഥലനാമങ്ങളിലെ കരി ഇതിനുദാഹരണമാണ്. പ്രാചീന സംഘകാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാർ, അതായത് കുട്ടുവന്മാർ എന്നറിയപ്പെട്ടിരുന്നു. ഇവരുടെ നാടായതുകൊണ്ട് കുട്ടനാട് എന്ന പേര് വന്നു എന്നും കരുതപ്പെടുന്നു. ബുദ്ധമത സ്വാധീനം. പണ്ടുകാലത്ത് കുട്ടനാടിൽ ബുദ്ധമതം ശക്തമായിരുന്നു. ബുദ്ധന്റെ വിഗ്രഹങ്ങളെ കുട്ടൻ എന്ന് വിളിച്ചിരുന്നു. ഉദാഹരണത്തിന് അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടിക്കുട്ടൻ. ബുദ്ധമതക്കാർ വസിച്ചിരുന്ന നാട് എന്നർത്ഥത്തിൽ കുട്ടനാട് ആയി മാറിയെന്നും പറയപ്പെടുന്നു.